കൊച്ചിയിലേക്കാണ്. ആൻമരിയ, കൊച്ചിയിലാണ് ഒരുപക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ഏറ്റവും കൂടുതൽ നിരാശർ ഉണ്ടായിട്ടുണ്ടാവുക. കൊച്ചി മണ്ഡലത്തിൽ മുഹമ്മദ് ഷിയാസിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ദീപ്തി മേരി വർഗീസിന്റെ പോസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. പെരുമ്പാവൂരിൽ എന്താണ് സാഹചര്യം? ഏതെങ്കിലും തരത്തിലുള്ള വിമത നീക്കം അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? എൽദോസ് കുന്നപ്പള്ളിയുടെ തുടർ നീക്കം എന്താണ്? നമുക്കതിലൊക്കെ വ്യക്തത വരുന്നുണ്ടോ? പൂർണ്ണമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കൊച്ചി മാറിയിട്ടുണ്ടെങ്കിൽ പോലും നിലവിൽ ഇപ്പോഴും ചില അസ്വരസങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൃത്യമായിട്ടുള്ള ഒരു മറുപടി അത് നേതാക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ അതൃപ്തി പങ്കുവെച്ച ആളുകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും നിലവിൽ ലഭ്യമായിട്ടില്ല. ദീപ്തി മേരി വർഗീസ് ഒക്കെ കൊച്ചി സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് തനിക്കായിരിക്കും സീറ്റ് എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി തന്നെ പോസ്റ്ററുകൾ അടിച്ചുകൊണ്ടൊക്കെ പ്രചാരണത്തിന് ഇറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. ആ സമയത്താണ് ഇന്നലെ കോൺഗ്രസിന്റെ അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരികയും അതോടൊപ്പം തന്നെ കൊച്ചിയിലെ മുഹമ്മദ് ഷിയാസ് ആണ് എന്നുള്ള കാര്യം വ്യക്തമാവുകയും ചെയ്യുന്നത്. ആ സമയത്താണെങ്കിൽ പോലും മുഹമ്മദ് ഷിയാസ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഘട്ടത്തിൽ നിലവിൽ നിൽക്കുന്ന അതൃപ്തികളെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിൽ പോലും പൊതുവായിട്ടുള്ളൊരു പ്രതികരണത്തിലേക്ക് ദീപ്തി മേരി വർഗീസ് എന്തായാലും എത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പോസ്റ്റർ, മുഹമ്മദ് ഷിയാസിന്റെ പോസ്റ്റർ അത് ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ട് പ്രചാരണത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അനുസരിച്ചാണെങ്കിൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഉമാ തോമസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ ദീപ്തി മേരി വർഗീസ് പങ്കെടുക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ആ ഒരു ഘട്ടത്തിൽ വെച്ച് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നിലവിൽ എന്തായിരിക്കും അവരുടെ തീരുമാനം എന്നുള്ളത് കാര്യം മാധ്യമങ്ങളെ അറിയിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം, അത് പെരുമ്പാവൂരിലായിരുന്നു ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. പെരുമ്പാവൂരിലെ ശ്രദ്ധ ഇന്നലെ അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുന്നത് വരെ എൽദോസ് കുന്നപ്പള്ളി വലിയ തരത്തിലുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് വന്നിറങ്ങിയത്. പക്ഷേ ഈ സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം അദ്ദേഹം പരസ്യമായിട്ട് തന്നെ തന്റെ വിഷമം എന്താണ്, അല്ലെങ്കിൽ തന്റെ അതൃപ്തി എന്താണ് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇന്ന് തീരുമാനമെടുക്കുമെന്നും അത് തീരുമാനം പൊതുവായിട്ട് അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയം വരെ എന്താണ് തീരുമാനം എന്നുള്ള കാര്യം അത് എൽദോസ് കുന്നപ്പള്ളി അറിയിച്ചിട്ടില്ല. ഇനി സ്വതന്ത്രമായി മത്സരിക്കാൻ വേണ്ടിയിട്ട് രംഗത്തേക്ക് ഇറങ്ങാനായിട്ടാണോ തന്റെ തീരുമാനം, അത് പാർട്ടി പ്രവർത്തകരുമായി കൂടിയാലോചിച്ചതിന് ശേഷമായിരിക്കും എന്തായിരിക്കും തന്റെ നിലപാട് എന്ന് അറിയിക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ രീതിയിലുള്ള ഒരു തീരുമാനമൊന്നും നിലവിൽ എന്തായാലും വന്നിട്ടില്ല. ഈ രണ്ട് പേരെ കേന്ദ്രീകരിച്ചുമാണ് നിലവിൽ എന്തായാലും കൊച്ചി പൂർണ്ണമായിട്ട് നോക്കുകയാണ് എങ്കിൽ ശ്രദ്ധ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. പക്ഷേ ഈ രീതിയിലുള്ള ചില പടലപ്പിണക്കങ്ങളൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ആ രീതിയിലുള്ള ഒരു പ്രശ്നം അത് പ്രചരണത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നതും. കാരണം ഇന്നലെ അവസാന രാത്രിയോടുകൂടി തന്നെ ഈ അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്ന സമയത്ത് രാത്രി സമയമാണ്, ഏകദേശം 10 സമയത്തോടുകൂടി ഈ സമയത്ത് പോലും മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ പ്രചാരണത്തിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ ഇതാ വൈകുന്നേരത്തോടുകൂടി ദീപക് ജോയിയുടെ തൃപ്പൂണിത്തറയിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ദീപക് ജോയിയുടെ റോഡ് ഷോ ഉണ്ട്. ഈ രീതിയിൽ വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് തന്നെ പ്രചാരണം പൂർത്തിയാക്കി അതിവേഗത്തിലേക്ക് ആ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുക തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ ലക്ഷ്യം. ഇന്നലെയാണെങ്കിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ വരാപ്പുഴ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും റോഡ് ഷോ നടത്തുന്നതെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും വരാപ്പുഴയിൽ നിന്ന് അതിന്റെ അതിർത്തി ഭാഗമായിട്ടുള്ള ഇടത്ത് വരെ, അതായത് മുഴുവനായിട്ടും പറവൂർ മണ്ഡലം കേന്ദ്രീകരിക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ റോഡ് ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പറവൂർ തന്റെ മണ്ഡലത്തിലെ പ്രചാരണം അവസാനിപ്പിച്ച് മുഴുവൻ ജില്ലകളിലെയും സ്ഥാനാർത്ഥികളുടെ ഒപ്പം തനിക്ക് പ്രചരണത്തിന് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ പ്രചരണം അതിവേഗത്തിൽ പൂർത്തിയാക്കുകയാണ്. ചില അതിർത്തി പടലപ്പിണക്കങ്ങളും ചില അതിർത്തികളും ഒക്കെ നേതാക്കൾക്കിടയിൽ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത്. എന്നാൽ LDF-നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും കൊച്ചി മണ്ഡലത്തെ കേന്ദ്രീകരിച്ച് കൊച്ചിയെ പൂർണ്ണമായിട്ട് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എറണാകുളം പോലെയുള്ള ഭാഗങ്ങളെയൊക്കെ നോക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അവർ നേരത്തെ മുതൽ തന്നെ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണനൊക്കെ ആണെങ്കിൽ ഇതിനോടകം തന്നെ തൃപ്പൂണിത്തറയിലെ ഒട്ടുമിക്ക ഏരിയകളെല്ലാം പൂർണ്ണമായിട്ടും പ്രചരണം നടത്തിയിട്ടുണ്ട്. ഇന്നൊക്കെയാണെങ്കിൽ പോലും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇവരുടെ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ദീപക് ജോയിയുടെ ഒക്കെ പോസ്റ്ററുകളും പല ഭാഗത്തായിട്ട് നിലവിൽ എന്തായാലും ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ NDAയുടെ പ്രചരണവും നടക്കുന്നു. പിന്നെയും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത് 2020-ക്കായിരുന്നു. 2020 വലിയ തരത്തിലുള്ള ഒരു ആകാംക്ഷ ചെലുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്നൊരു സർപ്രൈസ് ആയിട്ട് കുറച്ച് സെലിബ്രിറ്റി സ്ഥാനാർത്ഥികളെ മുന്നോട്ട് വെക്കുന്നു. ആ മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും പിന്നീടാണ് പലർക്കും ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ അവർക്ക് പേരില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ചെറിയ തരത്തിലുള്ള ഒരു തിരിച്ചടി അത് 2020-ക്ക് നേരിടേണ്ടി വന്നു. പിന്നീട് ഒരു സ്ഥാനാർത്ഥിയെ പെരുമ്പാവൂർ പോലെയുള്ള ഇടങ്ങളിലേക്കൊക്കെ പിന്നീട് ഒരു സ്ഥാനാർത്ഥിയെ കൂടി കണ്ടെത്തേണ്ടതായിട്ട് വന്നു. അവരും എന്തായാലും ഇന്ന് പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ടൊക്കെ ചെറിയ തരത്തിലുള്ള അതിർത്തികൾ പുകയുന്നുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എന്തായാലും മാറിയിട്ടുണ്ട്. അതില്ല ശരി, അതാണ് കൊച്ചിയിലെ മധ്യ കേരളത്തിലെ വിവരം. ആൻമരിയ തന്നെയാണ് വിവരങ്ങൾ പങ്കുവച്ചതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.